നമസ്കാരം. പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെൽ ഇലക്ട്രിക്കൽ മെഷീൻസ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി അവസരങ്ങളെ കുറിച്ചുള്ള വീഡിയോ ആണിത്. ജോലി അന്വേഷിക്കുന്ന പ്രത്യേകിച്ച് ഗവൺമെന്റ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ജോബുകൾ ലക്ഷ്യമിടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വളരെ നല്ലൊരു അവസരമാണ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ തസ്തികയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 44,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 40 വയസ്സ് വരെ പ്രായപരിധി അനുവദിച്ചിട്ടുള്ള തസ്തിക കൂടിയാണിത്. അതിനാൽ യോഗ്യതയുള്ളവർ ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇനി നമുക്ക് ഈ ജോലി ഒഴിവിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിശദവിവരങ്ങൾ കാണാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി, യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ, സെലക്ഷൻ പ്രോസസ് എല്ലാം വ്യക്തമായി ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള കെൽ ഇലക്ട്രിക്കൽ മെഷീൻസ് ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഈ നിയമനത്തിലേക്ക് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് KPSRB മുഖേനയാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 2026 മാർച്ച് 4 അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. KPSRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഈ ഒരു തസ്തികയുടെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് 017/2026 ആണ്. കോൺട്രാക്ട് ബേസിസിലുള്ള നിയമനമാണ് നടത്തുന്നത്. ഇനി ഈ തസ്തികയുടെ ശമ്പളം എത്രയാണെന്ന് നോക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 44,000 രൂപയാണ് ലഭിക്കുന്നത്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. MBA മാർക്കറ്റിംഗ് റെഗുലർ കോഴ്സ് ആയിരിക്കണം. ഡിസ്റ്റൻസ് പഠിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഡിഗ്രി ആയിരിക്കണം. ഇനി ഇവിടെ പ്രായപരിധി പറഞ്ഞിട്ടുണ്ട്. പ്രായപരിധിയായിട്ട് പറയുന്നത് 40 വയസ്സാണ്. SC ST OBC തുടങ്ങിയ വിഭാഗങ്ങൾക്ക് ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതായിരിക്കും. ഇവിടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ള തസ്തിക കൂടിയാണിത്. അതായത് 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ് ആൻഡ് എക്സിക്യൂഷൻ, സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്ലിക്കേഷൻ ഫീസ് നോക്കാം. ജനറൽ അല്ലെങ്കിൽ OBC വിഭാഗങ്ങൾക്ക് 600 രൂപയും SC ST വിഭാഗങ്ങൾക്ക് 150 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു തസ്തികയുടെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. റിട്ടൺ എക്സാമിനേഷൻ ആണ്. സ്കിൽ ടെസ്റ്റ് നോക്കും. ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു അടിസ്ഥാനത്തിലായിരിക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഈ തസ്തികയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ ഡീറ്റെയിൽസ്, ഇൻസ്ട്രക്ഷൻസ് എന്നിവ എല്ലാം കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 മാർച്ച് 4 മുമ്പ് തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. കൂടാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ജോബ് ഇൻഫർമേഷനുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി.